അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് ശഅബാൻ മാസം 10. ഇനിയും ശഅബാനിൽ 2 ഭാഗങ്ങളാണ് ബാക്കിയുള്ളത്. ഒരു ഭാഗം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പരിശുദ്ധ റമദാൻ മാസം സമാഗതമാവുകയാണ്. നമ്മിലുള്ള എല്ലാ പോരായ്മകളും നികത്തുവാനും അധികം വന്ന എല്ലാം ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് നാം ഈ മാസത്തെ വിനിയോഗിക്കേണ്ടത്. ചീത്തയായ സംസാരവും ചീത്തയായ വാക്കുമൊക്കെ നമ്മിൽ നിന്ന് ഒഴിവായി പോകണം. ചീത്ത പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നമ്മിൽ ബാക്കിയുണ്ടാവാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഫൈൻ സാബഹു അഹദുൻ ഔ ഖാതലഹു ഫല്യഖുൽ ഇന്നി ഇംറുഉൻ സ്വായിമുൻ. ആരെങ്കിലും അവനോട് ശണ്ട കൂടാൻ വരികയോ ചീത്ത പറയുകയോ ചെയ്യുകയാണെങ്കിൽ അവൻ പറയട്ടെ, ഞാൻ നോമ്പുകാരനായ ഒരു മനുഷ്യനാണ്, ഞാൻ നോമ്പുകാരനാണ് എന്ന്. ആ പദം പ്രയോഗിക്കുന്നത് പോലും ക്ഷോഭിച്ച രൂപത്തിലോ കടുത്ത ഭാഷയിലോ ആവരുത്. ഞാൻ നോമ്പുകാരനാണ് എന്ന് കടുത്ത ഭാഷയിൽ പറയുകയല്ല, മറിച്ച് വളരെ മയത്തിൽ ഇന്നി ഇംറുഉൻ സ്വായിമുൻ, ഞാൻ നോമ്പുകാരനായ മനുഷ്യനാണ്, ഞാൻ ഇത്തരം പ്രവർത്തനങ്ങൾക്കില്ല, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞൊഴിയുകയാണ് ചെയ്യേണ്ടത്. അതായത് ഒരു നിലക്കുള്ള പൊട്ടിത്തെറിയും ആ സന്ദർഭത്തിൽ നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം, വാക്കുകളെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റണം, പ്രവർത്തനങ്ങളെ നമുക്ക് ഇന്നതേ ചെയ്തുകൂടൂ എന്നത് മാത്രം, ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യണം. അങ്ങനെ നമുക്ക് എന്തൊക്കെ പോരായ്മകളുണ്ടോ ആ പോരായ്മകളൊക്കെ ഈ മാസം കൊണ്ട് നമുക്ക് നികത്തിയെടുക്കണം. എന്തൊക്കെ നമ്മിൽ നിന്ന് അധികം വന്നതായിട്ടുണ്ടോ അതെല്ലാം തന്നെ ഈ മാസം കൊണ്ട് നമുക്ക് നമ്മിൽ നിന്ന് ഒഴിവായി കിട്ടണം. ഇങ്ങനെ പക്വമായ വാക്കിൻ്റെയും പക്വമായ സംസാരത്തിൻ്റെയും പക്വമായ പ്രവർത്തനങ്ങളുടെയും പര്യായമായി നമുക്ക് മാറാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിന് സഹനം അനിവാര്യമാണ്. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുക എന്നുള്ളതും അനിവാര്യമാണ്. നമ്മുടെ കൈകൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട് യാതൊരു വിധത്തിലും ഒരാൾക്കും ഒരു മുറിവും ഏൽക്കാതിരിക്കാൻ നാം പ്രയത്നിക്കേണ്ടതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല പക്വതയുള്ള മനസ്സിൻ്റെ ഉടമയാക്കി, അതേപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങളുടെ ഉടമയാക്കി ഈ റമദാനോടുകൂടി നമ്മെ എല്ലാം മാറ്റി തരുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.